തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ കള്ളൻ കപ്പലിൽ തന്നെയാണോ? ക്യാമ്പിലെ ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കുമെതിരെ തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചന. ഉന്നത ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് നിർണായകമായ ചില വിവരങ്ങൾ കണ്ടെത്തി. പുറത്തുനിന്നുള്ളവരാണ് ആനക്കൊമ്പ് മോഷ്ടിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയതെങ്കിൽ പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് സൂചനകൾ ലഭിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ പോലീസിന്റെ മുന്നിൽ ഇപ്പോഴും കുറേ വെല്ലുവിളികളുണ്ട്. ഫെബ്രുവരി 13-നാണ് ആനക്കൊമ്പ് മോഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത്. 2 കോടി രൂപയോളം വില വരുന്ന 2 ആനക്കൊമ്പുകളാണ് ക്യാമ്പിൽ നിന്ന് നഷ്ടമായത്. ഇതിന് തലേദിവസം ക്യാമ്പിൽ DJ പാർട്ടി നടന്നിരുന്നു. കനത്ത സുരക്ഷയിൽ ക്യാമ്പിലെ ഓഫീസേഴ്സ് ക്ലബിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകൾ മോഷ്ടിക്കപ്പെട്ടത് അധികൃതരെ ഞെട്ടിച്ചിരുന്നു. ക്യാമ്പിലേക്ക് പുറത്തുനിന്ന് വന്ന ആളുകളാണ് ആനക്കൊമ്പ് മോഷ്ടിച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. എന്നാൽ അന്വേഷണം പുരോഗമിക്കവേ ക്യാമ്പിലുള്ളവർ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ആനക്കൊമ്പുകൾ ക്യാമ്പ് വിട്ടു പോയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. ക്യാമ്പിലെ ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കുമെതിരെ തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചന. അതേസമയം സൈനിക ക്യാമ്പുമായി ബന്ധപ്പെട്ടതിനാൽ അന്വേഷണത്തിൽ പല പ്രതിസന്ധികളും പോലീസ് നേരിട്ടിട്ടുണ്ട്. ക്യാമ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് അനുമതികൾ ആവശ്യമാണ്. ഇതുവരെയും പോലീസിന് ക്യാമ്പിലെ കാർഡ് പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. 1929-ൽ സർക്കാർ സൈന്യത്തിന് കൈമാറിയതാണ് നഷ്ടമായ ആനക്കൊമ്പുകൾ. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.